ഹലോ, ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ. അതിനായിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തതാണ്. അതും ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ്. അതും ഇട്ട് കുറച്ച് ബീഫ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഒത്തിരി വഴറ്റിയെടുക്കൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ ഇത് വരുത്തിക്കാം കേട്ടോ. അപ്പോഴത്തേക്കിനും നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് റൈസ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് മാത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളവന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്കുള്ള ബീഫിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇനി റൈസൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബീഫിൻ്റെ സ്റ്റോക്കിൻ്റെ മേലെ തന്നെ റൈസ് ആഡ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.